നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ വന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരിശോധിക്കാം അടുത്ത ഒരു മണിക്കൂർ നേരം. ഞാൻ പ്രജിത് സി കണ്ണൻ. ഞാൻ അസ്ദ സഹീർ. ആദ്യത്തെ റിപ്പോർട്ടിലേക്കാണ്. ബംഗളൂരുവിൽ ഡോഗ് ഷെൽട്ടർ ഹോം ഉടമയുടെ ആക്രമണത്തിനിരയായ 47കാരി മരിച്ചു. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനിയാണ്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കർണാടക പോലീസ് ജൂബിലി മിഷൻ ആശുപത്രിയിലെത്തി യുവതിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് നേരത്തെ പുറത്തുവന്നത്. ഈ യുവതി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റത് ഒരു മലയാളിയിൽ നിന്ന് തന്നെയാണ്. ബംഗളൂരുവിലുള്ള ഒരു മലയാളിയാണ് മർദ്ദിച്ചത്. അത് ലൈംഗികാതിക്രമം തടയുന്നതിനിടെയാണ് മർദ്ദനം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ യുവതിയുടെ ഭർത്താവ് നേരത്തെ ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ ആ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് വന്നത്. വിശദാംശങ്ങൾ. സജിൻ, അങ്ങനെ തന്നെയാണ് എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൈംഗികാതിക്രമം തടയുന്നതിനിടെ തന്നെയാണ് ഈ ഒരു ക്രൂരമായ ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടുകൂടി, മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി ഈ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇയാൾ ബാംഗ്ലൂരു വിട്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പോലീസ് ഉയർത്തുന്നത്. അല്പസമയം മുൻപാണ്, ഏതാണ്ട് ഒരു 9 മണിയോടുകൂടിയാണ് ഈ യുവതി 47കാരിയുടെ അന്ത്യം സംഭവിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഇവർ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. 9 മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും രാവിലെ മുതൽ തന്നെ പ്രതീക്ഷകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതായി ഭർത്താവ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും മൃതദേഹം അല്പസമയത്തിനകം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നാളെയായിരിക്കും പൂർത്തിയാക്കുക. മുഖത്തും അതുപോലെ തന്നെ തലച്ചോറിലും കാര്യമായ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. നമ്മൾ നേരിട്ട് തന്നെ ഇന്ന് അവരെ പോയി കണ്ടതാണ്. ചെറിയൊരു ഹൃദയമിടിപ്പ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ പ്രതി സ്ഥിരം കുറ്റവാളി തന്നെയാണ് എന്നാണ് പോലീസ്, തൃശൂർ ഈസ്റ്റ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ മുൻപ് കടവന്ത്ര പോലീസിൽ ഈ കറൻസി കത്തിച്ച കേസിൽ പ്രതിയാണ്. കൂടാതെ ഒരു ലഹരി മരുന്ന് കേസും, കഞ്ചാവ് കടത്തിയ കേസും ഇയാൾക്കെതിരെ ഉണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ കൃത്യമായ രീതിയിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുവെന്ന തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇയാളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ മറവിലും മറ്റു പല പ്രവർത്തനങ്ങളുമാണ് നടന്നിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അന്നേരം ആ ശബ്ദ സന്ദേശം അടക്കം ലഭിച്ചതോടുകൂടി ഇയാളെ പിന്നീട് കണ്ടെത്താൻ ആവശ്യമായ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. ബാംഗ്ലൂരു വിട്ടിട്ടുണ്ടാകാമെന്നൊരു സംശയമുണ്ട്. പക്ഷേ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് കർണാടകത്തിലെ പോലീസ് എത്തി ഇപ്പോൾ അവരുടെ മൊഴി, ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസ് ഇപ്പോൾ നിലവിൽ ഇവിടെ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലേക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ആ 47കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ശരി, ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വിസ്മയ വിജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ആർക്ക് നറുക്കു വീഴുമെന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് പരിഗണനയിലുള്ളത്. ഈ മാസം 10 ശേഷം സത്യപ്രതിജ്ഞ നടത്താനാണ് UDF-ലെ ആലോചന. 102 സീറ്റ് വിജയത്തിന്റെ തിളക്കം മങ്ങുന്നതിന് മുൻപേ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കണമെന്നാണ് UDF-ലെ ആലോചന. വിജയത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രിസഭാ രൂപീകരണം നടത്തിയാൽ തീരുമാനം എളുപ്പമാകുമെന്നാണ് കണക്കുകൂട്ടൽ. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന് അറിയുകയാണ് ആദ്യ നടപടി. ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെ നിയോഗിക്കും. നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിലെ ഭൂരിപക്ഷം അറിഞ്ഞ ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിനു മുൻപ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമുണ്ട്. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഇപ്പോൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കട്ടെ. നമുക്കതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ അവകാശവാദങ്ങൾ നടത്താനോ ഒന്നും ഞാനില്ല. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശമുന്നയിക്കാൻ KC വേണുഗോപാൽ മുന്നോട്ട് വരും. ജയിച്ചാൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുമെന്നത് മാത്രമാണ് KC വേണുഗോപാലിന്റെ പ്രതികൂല ഘടകം. സംസ്ഥാനത്തെ സീനിയർ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശമുന്നയിക്കും. പാർലമെന്ററി ബോർഡ് അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ പിന്തുണ രമേശിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 2 നിരീക്ഷകരെ നിയോഗിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കങ്ങൾ നടത്തുന്നു. നിരീക്ഷകർ ആരൊക്കെയാണെന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനിടെ രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിൽ എത്തുമെന്ന വാർത്തയും പുറത്തുവന്നു. മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ സന്ദർശനമെന്നാണ് വിശദീകരണം. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക്. TVKക്ക് സർക്കാർ ഉണ്ടാക്കാൻ
പിന്തുണ നൽകുന്നതിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം അടിയന്തരമായി ചേരും. ഇന്ന് രാത്രി 10:30 ഓൺലൈനായാണ് ആ യോഗം ചേരുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതന്, ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് പ്രാദേശികമായി ഈ പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന നിലയിലാണ് നേതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്താനാണ് സാധ്യത, അല്ലേ? പക്ഷെ നാളെ യോഗം ചേരുമെന്നാണല്ലോ ആദ്യം അറിയിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് ഇന്നത്തേക്ക് തന്നെ യോഗം മാറ്റാനുള്ള കാരണം എന്താണ്? പ്രജിനേഷിത TVKക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് ഹൈക്കമാൻഡ് തമിഴ്നാട് PCCക്ക് ആയിരുന്നു ആ തീരുമാനം വിട്ടത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഒപ്പം തന്നെ ജനവികാരം എല്ലാം പരിശോധിച്ച ശേഷം തമിഴ്നാട് PCCയോട് ആ തീരുമാനം എടുക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തുടർന്നാണ് തമിഴ്നാടിന്റെ ACC ഇൻചാർജ് ആയിട്ടുള്ള ACC ഇൻചാർജ് ഇക്കാര്യം അറിയിച്ചത്. അതായത് നാളെ 9:30 തന്നെ തമിഴ്നാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ആ യോഗം ഇപ്പോൾ അടിയന്തരമായി ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 10:30 തന്നെ, അതായത് ഇനി അല്പസമയം മാത്രമാണ് ആ യോഗം ചേരാനായി അവശേഷിക്കുന്നത്. ആ യോഗം ഓൺലൈനായി ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. എന്തായാലും രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള DMK സഖ്യം വിട്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ, ദേശീയ രാഷ്ട്രീയത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും യോഗം അടിയന്തരമായി ചേരും. കാരണം മറ്റന്നാളാണ് ഈ വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീരുമാനം എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ ഈ ഒരു അടിയന്തര യോഗം ചേരാനുള്ള തീരുമാനം. എന്തായാലും ഹൈക്കമാൻഡ് ആ പിന്തുണയെ തള്ളുന്നില്ല, മറിച്ച് അത് തമിഴ്നാട് PCC തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ എറണാകുളത്ത് VD സതീശനും ഡൽഹിയിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും വൻ വരവേൽപ്പ് നൽകിയ പ്രവർത്തകർ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് നൂറുകണക്കിന് പ്രവർത്തകർ VD സതീശനെ സ്വീകരിക്കാനായി എത്തിയത്. ജനങ്ങൾക്ക് UDFൽ പരിപൂർണ വിശ്വാസമുണ്ടെന്ന് KC വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. വിജയശ്രീലാളിതനായി സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയെത്തിയ പ്രവർത്തകരുടെ VDSന് ലഭിച്ചത് വൻ സ്വീകരണം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ VD സതീശനെ എടുത്തുയർത്തി മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ ആനയിച്ചു. DCC അധ്യക്ഷനും കൊച്ചിയുടെ നിയുക്ത MLAയുമായ മുഹമ്മദ് ഷിയാസ് മുന്നിൽ നിന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ സ്വീകരണത്തിൽ മുഴങ്ങിയത് CM വിളികൾ. തുടർന്ന് DCC ഓഫീസിലെത്തി കേക്ക് മുറിച്ച് വിജയാഘോഷം. ഡൽഹിയിലെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ലഭിച്ചത് വലിയ സ്വീകരണം തന്നെ. ഡൽഹി പ്രദേശ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തുവെന്നും UDFൽ പരിപൂർണ വിശ്വാസമെന്നും KC വേണുഗോപാൽ. People of Kerala has given a full faith in Congress party and UDF alliance. They are having full faith in Rahul Gandhi and Mallikarjuna Kharge's leadership. VD സതീശനും നാളെ മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് തിരിക്കും. 24 കൊച്ചി. വീണ്ടും സ്വാഗതം വാർത്താമഴയിലേക്ക്. കൽപ്പറ്റ SHO വിനോയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഭീഷണി. യൂത്ത് കോൺഗ്രസ് കണിയാമ്പറ്റ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് മൻസൂറാണ് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് നടന്ന കളക്ട്രേറ്റ് മാർച്ചിനിടെ മർദ്ദിച്ചതിലാണ് ഈ ഭീഷണി. കാളിദാസൻ ദേവദത്തൻ വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. കാളിദാസൻ, ഈ പറയുന്ന പോലെ ഇപ്പോൾ ഭരണം മാറുന്നു, ആ സമയത്ത് ഇത് പഴയ മുൻപ് നടന്നൊരു സംഭവം അത് മെൻഷൻ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൊരു ഭീഷണി, അതാണോ സംഭവം? തീർച്ചയായും അത് തന്നെയാണ്. ഭരണം പാടെ മാറിയില്ലേ, അധികാരം നാം നേടിയില്ലേ എന്നുള്ള ആ ഒരു നിലയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വീണ്ടും അധികാരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പല സംഘടനകളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഭീഷണികളും ഒക്കെയായി രംഗത്തുണ്ട്.
ആ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വയനാട് കൽപ്പറ്റ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് കണിയാമ്പറ്റ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് മൻസൂർ രംഗത്ത് വന്നിരിക്കുന്നത്. കൽപ്പറ്റ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോയ്ക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭീഷണിയെ സംബന്ധിച്ച മാസങ്ങൾക്ക് മുമ്പ് ഒരു കളക്ടറേറ്റ് മാർച്ച് നടന്നിരുന്നു. ആ കളക്ടറേറ്റ് മാർച്ചിനിടെ മർദ്ദനം നേരിട്ടതിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു, സർക്കാർ ഉണ്ടാക്കുന്നു എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാം. ലെറ്റ് us ടേക്ക് റിവെഞ്ച്, ഐ എം വെയിറ്റിംഗ്, വി ആർ വെയിറ്റിംഗ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസ് കണിയാമ്പറ്റ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് മൻസൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ കൽപ്പറ്റ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായ ബിനോയ് നിലവിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ്. 4 മാസമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ജില്ലയിലില്ല. അപ്പോൾ മറ്റൊരു സ്റ്റേഷൻ ഹൌസ് ഓഫീസറാണ് ഇപ്പോൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ചുമതലയിലുള്ളത്. ഇടുക്കിയിലാണ് ഈ സ്റ്റേഷൻ ഓഫീസർ ഈ ഭീഷണി നേരിടുന്ന ഈ ഒരു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിനോയ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വിനോയ് തിരിച്ചെത്തുന്നതോടുകൂടി നമുക്കൊന്ന് കാണാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസ് കണിയാമ്പറ്റ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് മൻസൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരി, കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിളക്കമേറിയ വിജയത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ് സാമുദായിക പരിഗണനകളും സീനിയോറിറ്റിയുമാണ് മാനദണ്ഡമാകുക. CPIM വിട്ടുവന്ന നേതാക്കളെ തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. മുസ്ലിം ലീഗ് നൽകുന്ന വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗിൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, എൻ ശക്തൻ എന്നീ സീനിയർ നേതാക്കളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും മന്ത്രിമാരായേക്കും. കോട്ടയത്ത് നിന്ന് ചാണ്ടി ഉമ്മനും എറണാകുളത്ത് നിന്ന് മാത്യു കുഴൽനാടനും സാധ്യതയുണ്ട്. ലത്തീൻ പ്രതിനിധിയായി TJ വിനോദോ, M വിൻസെന്റോ എത്തും. വനിതാ നേതാക്കളിൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിലുണ്ട്. T സിദ്ദീഖും M ലിജുവും സാധ്യതാ പട്ടികയിലുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. KM ഷാജി, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, കല്ലട്ര മായിൻ ഹാജി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർക്കാണ് സാധ്യത. PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായേക്കും. ലീഗിന് നൽകുന്ന വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കും. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പകരം ആരോഗ്യവകുപ്പ് ലീഗിന് നൽകിയേക്കും. മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാനില്ലെന്നാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം. ഈ അവസരത്തിൽ നമ്മൾ അനാവശ്യമായ യാതൊരു ക്ലെയിമുകളോ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള വാശിയൊന്നും ഇല്ലാതെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ നല്ലൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം CPIM വിട്ടുവന്ന നേതാക്കളെ തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. കണ്ണൂർ പൊയിലൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരുക്ക്. പൊയിലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹദിനാണ് പരുക്കേറ്റത്. സ്റ്റീൽ ബോംബ് എങ്ങനെ കുട്ടിക്ക് ലഭിച്ചു എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം. കുട്ടി ഓടിക്കൊണ്ട് വൈരം വിളിച്ച് വരുന്നതാണ് വന്ന്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു ഓട്ടോനെ വിളിച്ച്. അപ്പോഴേക്ക് വേറെ ആൾക്കാരുണ്ട്, 2-3 ആളുണ്ട്. എല്ലാവരും കൂടി നമ്മളിങ്ങനെ കുട്ടീൻ്റെ ഉമ്മയും എല്ലാം കൂടി 2-3 കുഞ്ഞുങ്ങൾ എല്ലാം കൂടി വണ്ടിയിൽ ഓട്ടോയിലങ്ങ് തലശ്ശേരിയൊക്കെ വിട്ട്. നല്ലവർക്കാ, ഈ വെള്ളമൊന്നും ഇല്ല. ഇതൊരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും സുമാറ്. ഞാൻ അന്നേരം സമയം അത്ര കറക്റ്റായിട്ടൊന്നും നോക്കിയില്ല. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, പൊയിലൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്? പ്രജന ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പാനൂരിനടുത്തുള്ള വടക്കേ പൊയിലൂരിലാണ് ഈ സംഭവം. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ്. അവിടെ 13-കാരനായ മുഹമ്മദ് ഷഹദിന്റെ ആണ് ഈ പരിക്കേറ്റിട്ടുള്ളത്. അവിടെ ഈ കുട്ടി മറ്റൊരാളോടൊപ്പം കളിക്കുന്നതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ഇടതു കൈ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. 2 വിരലുകൾ മുറിച്ചു മാറ്റിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ഈ
സ്ഫോടനം നടന്ന സ്ഥലത്ത് കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഈ ഫോറൻസിക് സംഘം നാളെ ഇവിടെ എത്തി വിദഗ്ധ പരിശോധന നടത്തും. പൊട്ടിയത് സ്റ്റീൽ ബോംബ് ആണെന്നായിരുന്നു ലഭിച്ച ആദ്യ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നാൽ സമൂസ പോലൊരു എന്തോ വസ്തു ഉപയോഗിച്ച് കളിച്ചപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. നാളെ ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ മാത്രമാകും കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തുതരം സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നത് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ കുളവല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ കുട്ടി കഴിയുന്നത്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാണ്. 13-കാരന്റെ ബോധം വന്നതിന് ശേഷം 13-കാരന്റെ മൊഴിയും പോലീസ് നാളെ രേഖപ്പെടുത്തിയിരിക്കും. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിനിടെ CPIM-ലും CPI-യിലും നേതൃമാറ്റ ആവശ്യം ശക്തം. പാർലമെന്ററി നേതൃത്വത്തിലും സംഘടനാ നേതൃത്വത്തിലും തിരുത്തൽ വേണമെന്നാണ് മുതിർന്ന CPIM നേതാക്കളുടെ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ സംഭവിച്ച വീഴ്ചകൾ ഉയർത്തിയാണ് CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനോയ് വിശ്വത്തെ നീക്കണമെന്ന ആവശ്യം ആ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പ്രധാന കാരണം സർക്കാരിനെ നയിച്ച പിണറായി വിജയനോടുള്ള എതിർപ്പാണെന്ന് വൈകിയാണെങ്കിലും CPIM നേതാക്കൾ തുറന്നു സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിരോധം ഇത്രമേൽ ആഴത്തിൽ നിലനിൽക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതിലും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സെക്രട്ടറിക്കും കഴിഞ്ഞില്ല. ഇതാണ് പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന ആവശ്യമുയരാൻ കാരണം. ഭരണത്തെ പിണറായിയുടെ ഇഷ്ടത്തിന് വിട്ട സെക്രട്ടേറിയറ്റിനും സെക്രട്ടറിക്കും തോൽവിയിൽ ഉത്തരവാദിത്തമുണ്ട്. കണ്ണൂരിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിണറായിക്കും സെക്രട്ടറി MV ഗോവിന്ദനും ഒളിച്ചോടാനാകില്ല. അതുകൊണ്ടുതന്നെ പാർലമെന്ററി നേതൃത്വത്തിലും സംഘടനാ നേതൃത്വത്തിലും അഴിച്ചുപണി വേണമെന്നാണ് ആവശ്യം. അസാധാരണമായ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. അപ്പോൾ അസാധാരണ നടപടി തന്നെ വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തോൽവി പരിശോധിക്കാൻ ചേരുന്ന സംസ്ഥാന സമിതിയിലും ഈ ആവശ്യം ഉച്ചത്തിലുയരും. 25 സീറ്റിൽ മത്സരിച്ച പാർട്ടി 8 സീറ്റിലേക്ക് കൂപ്പുകുത്തിയതോടെ CPI-യിലും ബിനോയ് വിശ്വത്തെ മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നാളെ മുതൽ നടക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ നേതൃമാറ്റ ആവശ്യം ഉയരും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിയുടെ പ്രധാന കാരണമായി CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. നാദാപുരം അടക്കമുള്ള സീറ്റുകളിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പിടിവാശിയാണ് നടപ്പിലായത്. പ്രചരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ബിനോയ് വിശ്വം തികഞ്ഞ പരാജയമാണെന്നും വിമർശനമുണ്ട്. രാഷ്ട്രീയ പക്വതയും പരിചയസമ്പത്തുമുള്ളവരെ സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ കൂടുതൽ ദുർബലമാകുമെന്നാണ് CPI-യിൽ ഉയരുന്ന അഭിപ്രായം. CPIM-ന്റെ തീരുമാനങ്ങൾക്ക് തുല്യം ചാർത്തുന്ന നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയത് ബിനോയ് വിശ്വത്തിന്റെ പരാജയമാണെന്നും വിമർശകർ കുറ്റപ്പെടുത്തുന്നു. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ഇടതുപക്ഷ പാർട്ടികളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളുടെ ആദ്യ സൂചനകളാണിത്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ അമർഷം പുകയുന്നു. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നേതൃത്വത്തിനാണെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത്. നേതൃത്വം തിരുത്തില്ല എങ്കിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. അതിനിടെ പയ്യന്നൂരിലെ തോൽവിക്ക് പിന്നാലെ മേഖലയിൽ CPIM-ൽ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുകയാണ്. അരനൂറ്റാണ്ടായി CPIM-നെ നെഞ്ചിലേറ്റിയ പയ്യന്നൂരിലും തളിപ്പറമ്പിലുമേറ്റ കനത്ത തോൽവിയുടെ ഞെട്ടൽ പാർട്ടി നേതൃത്വത്തിന് വിട്ടുമാറിയിട്ടില്ല. മട്ടന്നൂർ, ധർമ്മടം, കൂത്തുപറമ്പ്, കല്യാശ്ശേരി തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻതോതിൽ വോട്ട് ചോർന്നത് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നാണ് അണികളുടെ വികാരം. ഇതിന്റെ പ്രതിഫലനമാണ് വിവിധയിടങ്ങളിൽ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ. ധർമ്മശാലയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ മൊറാഴ സഖാക്കൾ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന സെക്രട്ടറിമാരെ മാറ്റണമെന്നാണ് ആവശ്യം. ഭൂരിപക്ഷം 4-1 കുറഞ്ഞ മട്ടന്നൂർ, കോളയാട് പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന തലക്കെട്ടോടെയാണ് മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദന്റെയും ചിത്രങ്ങളുള്ള ഫ്ലക്സുകൾ ഉയർന്നത്. P. ജയരാജന്റെയും M. സ്വരാജിന്റെയും ചിത്രങ്ങളുള്ള ഫ്ലക്സിൽ നയിക്കാൻ ഇവരുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുണ്ടാകുമെന്നാണ് പ്രഖ്യാപനം. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ സോഷ്യൽ മീഡിയ പേജിലും അണികൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. P. ജയരാജൻ സെക്രട്ടറിയായിരുന്നെങ്കിൽ ഇത്തരമൊരു പരാജയം സംഭവിക്കില്ലായിരുന്നു എന്നാണ് സൈബർ ഇടങ്ങളിലെ പൊതുവികാരം. അതിനിടെ CPIM തറപറ്റിയ പയ്യന്നൂരിൽ വിഭാഗീയത വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. ഏരിയ സെക്രട്ടറിയുടെയും മുൻ MLA-യുടെയും ചിത്രങ്ങൾ ചേർത്ത് പയ്യന്നൂർ ഡയറീസ് എന്ന പേജിൽ വന്ന പോസ്റ്റുകൾ പ്രാദേശിക നേതൃത്വത്തിലെ ഭിന്നതയാണ് വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ ഏരിയ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ പാർട്ടി യോഗങ്ങൾ ചേരാനിരിക്കെ താഴെത്തട്ടിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധങ്ങൾ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. 24 കണ്ണൂർ. കനത്ത തോൽവിയിൽ ഒന്നും മിണ്ടാതെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് തലസ്ഥാനത്തെത്തിയ പിണറായി വിജയൻ നാളെ ക്ലിഫ് ഹൌസിന്റെ പടിയിറങ്ങും. AKG സെന്ററിന് സമീപത്തെ ചിന്ത ഫ്ളാറ്റിലാകും പിണറായി വിജയൻ ഇനി താമസിക്കുക.
വൻ ആത്മവിശ്വാസത്തിൽ വോട്ടെടുപ്പിന് മുമ്പ് തലസ്ഥാനം വിട്ട പിണറായി വിജയൻ പരാജയം പേറിയാണ് മടങ്ങിയത്. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയനെ വി ശിവൻകുട്ടി, എ റഹീം, വി ജോയി തുടങ്ങിയ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. AKG സെന്ററിൽ നിന്നുള്ള വാഹനത്തിൽ ക്ലിഫ് ഹൌസിലേക്ക് യാത്ര. വൻ വാഹനവ്യൂഹങ്ങളുടെ അകമ്പടിയൊന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ അദ്ദേഹം ഉടൻ തന്നെ AKG സെന്ററിന് സമീപത്തെ ചിന്താ ഫ്ളാറ്റിലേക്ക് മാറും. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം പിണറായി വിജയൻ പ്രതികരിച്ചേക്കും. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ റോളിലെത്തുമോ എന്നതാണ് രാഷ്ട്രീയ കൗതുകം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ CPIMന്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുകയാണ് പാർട്ടി. BJP വിജയിച്ച മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ് ഡീൽ എന്ന ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി A റഹീം രംഗത്തെത്തി. നേമത്ത് കോൺഗ്രസിന്റെ വോട്ടുകൾക്ക് സാരമായ കുറവ് സംഭവിച്ചുവെന്നും കഴക്കൂട്ട് നിന്ന് നടന്നത് അധാർമികമായ നീക്കങ്ങളെന്നും CPM ജില്ലാ സെക്രട്ടറി. ജില്ലയിലെ പാർട്ടി കോട്ടകളിൽ ഇപ്പോഴും അടിത്തറ ഭദ്രമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്താകെ UDF തരംഗം ആനടിച്ചതിൽ തലസ്ഥാനത്തെ ഇടതുപക്ഷ കോട്ടകൾ പലതും കടപുഴകിയിരുന്നു. LDF പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലങ്ങൾ പലതും കൈപിടിച്ചപ്പോൾ മുന്നണിക്ക് നഷ്ടമായത് 8 സിറ്റിംഗ് സീറ്റുകൾ. ഇതിൽ ഭൂരിഭാഗം സീറ്റും നഷ്ടപ്പെട്ട CPIM ആണ് ഇപ്പോൾ ജില്ലയിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരമാണോ, സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പാണോ പരാജയ കാരണമെന്നാണ് ജില്ലാ നേതൃത്വം പ്രധാനമായും വിലയിരുത്തുക. BJP നേടിയ 2 സീറ്റുകളും CPMന്റെ സിറ്റിംഗ് സീറ്റുകൾ എന്നതും പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. എന്നാൽ ഈ മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ് ഐക്യമുണ്ടായിരുന്നതായി ജില്ലാ സെക്രട്ടറി A റഹീം ആരോപിച്ചു. കൂടാതെ നേമത്ത് BJP വിജയിച്ചത് ശബരിനാഥിന്റെ ബലിയിലാണെന്നും ജില്ലാ സെക്രട്ടറി. നിയമമണ്ഡലത്തിൽ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതല്ല. അവിടെ വിജയിച്ചിരിക്കുന്നത് ശബരിനാഥിന്റെ ബലിയിലാണ്. അത് വളരെ ക്ലിയർ ആയത് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തവണ കെ മുരളീധരൻ പിടിച്ച വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. ആ കോൺഗ്രസിന്റെ വോട്ടിൽ സാരമായ കുറവ് ഉണ്ടാവുകയും എന്നാൽ അതേസമയം മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. ഒരു കാരണവശാലും രാജീവ് ജയിക്കേണ്ടതല്ല, അവിടെ LDF ശിവൻകുട്ടി ജയിക്കേണ്ടതാണ്. BJP ജയിച്ചു കയറിയ കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ ജനങ്ങൾക്കിടയിൽ യുക്തിരഹിതമായ നുണകൾ കോൺഗ്രസും BJPയും ചേർന്ന് പ്രചരിപ്പിച്ചുവെന്നാണ് CPMന്റെ ആരോപണം. കാലാകാലങ്ങളിൽ CPIMന്റെയും CPIയുടെയും കോട്ടകളായ വാമനപുരവും ചിറയൻകീഴും നഷ്ടപ്പെട്ടതിന്റെ നടുക്കം മുന്നണിക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല. എന്നാൽ പാർട്ടി കോട്ടകളിൽ ഇപ്പോഴും അടിത്തറ ഭദ്രമെന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. പാലക്കാട് വാണിയംകുളം പനയൂരിൽ നിർമ്മാണത്തിൽ നിന്ന വീടിനുള്ളിൽ കോൺട്രാക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. പനയൂർ മിനിപ്പടി സ്വദേശി രാജീവാണ് മരിച്ചത്. ഷാരിഖ് നിവാസ് ചേരുകയാണ്. ഷാരിഖ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പനയൂർ മിനിപ്പടി സ്വദേശിയായ രാജീവ് താമസിക്കുന്ന തൊട്ടടുത്ത വീട്ടിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. ഈ വീടിന്റെ പുറകുവശത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത്തരത്തിൽ ഈ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതോടെ തന്നെ നാട്ടുകാർ ഇയാളെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. പോലീസും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. എന്തായാലും മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അസിത, ശരി. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പാർട്ടി നിലംപരിശാക്കിയ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ പൊട്ടിത്തെറി. മുന്നണി മാറാത്തതിൽ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെട്ട ജോബ് മൈക്കിൾ അതൃപ്തി പരസ്യമാക്കി. ഇനി തീരുമാനങ്ങൾ ആലോചിച്ചായിരിക്കുമെന്ന് മുതിർന്ന നേതാവ് തോമസ് ചാഴികാടൻ വ്യക്തമാക്കി. ഇതിനിടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി ഏറത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. നേതാക്കൾ 2 തട്ടിലായതോടെ ശനിയാഴ്ച അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സരിച്ച 12 സീറ്റുകളിലും കനത്ത പരാജയം. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി. ഈ പരാജയം വലിയ പ്രതിസന്ധിയിലേക്കാണ് ജോസിനെയും കൂട്ടരെയും കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. പഴിചാരലുകളും ആരോപണങ്ങളും നേതാക്കൾക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞു. മുന്നണി മാറാൻ അവസരമുണ്ടായിട്ടും അത് ചർച്ച ചെയ്യാതിരുന്ന പാർട്ടി നേതൃത്വത്തെ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെട്ട ജോബ് മൈക്കിൾ തന്നെ വിമർശിച്ചു. ഞങ്ങളെ മുന്നണി മാറ്റം പാർട്ടിപരമായി ചർച്ച ചെയ്തില്ല. ചാനലുകാരും യൂട്യൂബേഴ്സും ഒക്കെ ഇറങ്ങി അത് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ
ഡേ ടു ഡേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പരാജയത്തിനു കാരണം സർക്കാർ നിലപാടുകളാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തോമസ് ചാഴികാടനും വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തന്നെയാണല്ലോ ഈ ജനങ്ങളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇത്രമാത്രം വലിയൊരു മുന്നേറ്റം മറുപക്ഷത്തിന് ഉണ്ടാകാനുള്ള കാരണം ജനങ്ങളുടെ വികാരം തന്നെയാണ്. പരാജയത്തിനു പിന്നാലെ സംസ്ഥാന സമിതി അംഗം ജോണി ഏറത്ത് രാജിവെച്ചു. നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമായതോടെ ശനിയാഴ്ച അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. കനത്ത പരാജയത്തിന് കാരണം മുന്നണി മാറ്റത്തിന് തടസ്സം നിന്ന നേതാക്കളാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന യോഗങ്ങളിൽ ഉയർന്നു വന്നേക്കാം. അങ്ങനെ വന്നാൽ പൊട്ടിത്തെറിയിലേക്ക് പോലും കാര്യങ്ങൾ നീണ്ടേക്കും. അരുൺ തിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പുതിയ സർക്കാരിൽ 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. നിയമസഭാ കക്ഷി നേതാവായി മോൻസ് ജോസഫിനെ തെരഞ്ഞെടുത്തു. മത്സരിച്ച 8-ൽ 7 വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. ഇന്നലെ രാത്രി പാർട്ടി ചെയർമാൻ PJ ജോസഫിന്റെ വസതിയിൽ നിയുക്ത MLA-മാർ യോഗം ചേർന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ പാർട്ടി ആവശ്യപ്പെടുന്നതാണ്. അത് UDF-ലും പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും തീരുമാനങ്ങൾ വരാനുള്ള കാര്യമില്ല. തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷെ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. മോൻസ് ജോസഫ്, അബു ജോൺ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവർ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നു. സീറ്റ് വിഭജന സമയത്ത് 10-ൽ നിന്ന് 8 സീറ്റിലേക്ക് വിട്ടുവീഴ്ച ചെയ്തതുൾപ്പെടെ അനുകൂലമാകുമെന്നാണ് കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷ. 24 ഇടുക്കി. വെൽക്കം ബാക്ക്. വാർത്താമഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. NDA കൂട്ടുകെട്ടിൽ ഉണ്ടാകേണ്ട വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് 2020 സംസ്ഥാന പ്രസിഡന്റ് സാബു M ജേക്കബ് പറഞ്ഞു. 2020 NDAയുടെ ഭാഗമായതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു എന്നും പ്രതികരണം. അതിനെ തിരുത്താനുള്ള സമയം ലഭിച്ചില്ല എന്നും സാബു M ജേക്കബ് പറഞ്ഞു. വിജയം പ്രതീക്ഷിച്ച സീറ്റുകളിൽ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് സർക്കാർ വിരുദ്ധ തരംഗത്തിന്റെ ശക്തി കൊണ്ടാണ് എന്നാണ് 2020യുടെ വിലയിരുത്തൽ. വോട്ട് ഉയർത്താൻ സാധിച്ചെങ്കിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. സർക്കാരിനെതിരായ വോട്ടുകൾ UDF-ലേക്ക് കൂട്ടത്തോടെ ഒഴുകി. ഇതിനു പുറമെ മുന്നണി പ്രവേശനത്തെ UDF വർഗീയമായി ചിത്രീകരിച്ചു. ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയം കിട്ടിയിരുന്നുവെങ്കിൽ വിജയം സുനിശ്ചിതമായിരുന്നുവെന്നും 2020 അനുമാനിക്കുന്നു. 2020യുടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരെതിർക്കുന്ന പാർട്ടിയുടെ ഒരു ഭാഗമായി മാറിയപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയാതെ പോയത് വീഴ്ചയായി കാണുന്നുണ്ടെങ്കിലും മുന്നണി ബന്ധം ഗുണം ചെയ്തു എന്നാണ് 2020യുടെ വിലയിരുത്തൽ. നഷ്ടപ്പെട്ട നിഷ്പക്ഷ വോട്ടുകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയും സാബു M ജേക്കബ് കൈവിടുന്നില്ല. ശക്തമായ തരംഗത്തിലും 3 സീറ്റുകൾ നേടാനായത് വിജയമാണ് എന്നാണ് NDA പൊതുവിൽ കണക്കുകൂട്ടുന്നത്. 2020 BDJS, മറ്റു ഘടകകക്ഷികൾ എന്നിവരുടെ പ്രവർത്തനത്തിൽ BJP നേതൃത്വവും തൃപ്തരാണ്. അടുത്ത ദിവസം ചേരുന്ന NDA യോഗത്തിൽ മുന്നണി പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 24 കൊച്ചി. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ AGD ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിനിമാ താരം കുഞ്ചാക്കോ ബോബനെ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ AGD ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്, മാനേജിംഗ് ഡയറക്ടർ ഷെഫി K തുടങ്ങിയവർ പങ്കെടുത്തു. ഗുണനിലവാരത്തിലും സത്യസന്ധതയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത AGDയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. 25 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള AGD ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകളും സ്വർണ്ണസമ്പാദ്യ പദ്ധതികളും അവതരിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2000-ൽ പ്രവർത്തനം തുടങ്ങിയ AGD ഗോൾഡൻ ഡയമണ്ട്സിന് കായംകുളം, ചങ്ങനാശ്ശേരി, കൊച്ചി എന്നിവിടങ്ങൾക്ക് പുറമെ UAE-യിലും ശാഖകളുണ്ട്. ഇവിടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം.